ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, എന്റെ ബാഗ് എവിടെ? ആക്സിഡന്റ് സമയത്ത് എന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. അതാണോ? അതൊക്കെ ഞാൻ മഹേഷിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചേട്ടൻ ധൈര്യമായിട്ടിരിക്കെ, ബാഗ് എന്റെ കൈവശമുണ്ട്. ചേട്ടന് ശരിയാവുമ്പോ ഞാൻ തിരിച്ചു തരാം, പോരെ? അതുവരെ അത് എന്റെ കയ്യിൽ സുരക്ഷിതമായിട്ടുണ്ടാവും. ദാ, ഈ കാർഡ് സ്വൈപ്പ് ചെയ്തോളൂ. ശരി. എമൗണ്ട് എത്രയെന്നാ പറഞ്ഞേ? 28,500. ഓക്കെ. പിൻ ഇത് ഓക്കെ ആണോ? ആ. ബില്ല് വേണോ? വേണ്ട. ശരി. അങ്ങോട്ട് നിക്കാനാ പറയുന്നേ. ആഹാ, ആള് ഉഷാറായല്ലോ. ഇപ്പൊ വേദന തോന്നുന്നുണ്ടോ? ചെറുതായി. പെയിനുള്ളൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. കുറച്ചു ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരും. പേര് ദാസൻ എന്നാണല്ലേ? അതെ. ആ, ഇതാണ് മഹേഷ്. ദാസന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തത് ഇദ്ദേഹമാണ്. അതുമാത്രമല്ല, ദാസന്റെ ആശുപത്രി ചെലവ് മുഴുവൻ നോക്കുന്നത് മഹേഷ. ഇനി ചെറിയൊരു സർജറി കൂടിയുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ദാസൻ പെർഫെക്റ്റ് ആവും. ചേട്ടൻ എന്നെ ഓർമ്മയുണ്ടോ? നല്ല മുഖപരിചയം. എന്നാ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എന്നാ ചേട്ടൻ എന്നെ അറിയാം. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, അതും എൻ്റെ വീട്ടിൽ വെച്ച്. അന്ന് ഒരു ജോലി അന്വേഷിച്ചു വന്നിരുന്നു, ഓർത്തു നോക്കി. ആരാ, മനസ്സിലായില്ല? അത് ഞാനൊരു ജോലി അന്വേഷിച്ചു വന്നതാണ്. ഇതെന്റെ നമ്പറാ. സൗകര്യം പോലെ ചേട്ടൻ വിളിച്ചാൽ മതി. ശരിയാ, ഇപ്പോ ഏകദേശം ഓർമ്മയുണ്ട്. വണ്ടിയിടിച്ച് അബോധാവസ്ഥയിലായതുകൊണ്ടാ ചെറിയൊരു ഓർമ്മക്കുറവ് പോലെ. അല്ല, ശരിക്കും എന്താ സംഭവിച്ചത്? എല്ലാം എന്റെ തെറ്റാ. ഓട് ക്രോസ് ചെയ്യുമ്പോ ഒരു വണ്ടി ഇടിച്ചതാ. എന്തൊക്കെയോ ഓർത്ത് ശ്രദ്ധയില്ലാതെ ദേവി ജീവൻ എടുക്കാതെ ഇവിടെ എത്തിച്ചു. അല്ല, എന്റെ ബാഗ് എവിടെ? ആക്സിഡന്റ് സമയത്ത് എന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. അതാണോ? അതൊക്കെ ഞാൻ മഹേഷിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചേട്ടൻ ധൈര്യമായിട്ടിരിക്കെ, ബാഗ് എന്റെ കൈവശമുണ്ട്. ചേട്ടന് ശരിയാവുമ്പോ ഞാൻ തിരിച്ചു തരാം, പോരെ? അതുവരെ അത് എന്റെ കയ്യിൽ സുരക്ഷിതമായിട്ടുണ്ടാവും. മതി, അത് മതി ദേവി. രമേ, നീ എന്തിനാ മഹിയുടെ ATM കാർഡും ക്രെഡിറ്റ് കാർഡും ബ്ലോക്ക് ചെയ്ത് വെച്ചത്?
വെറുതെ ബ്ലോക്ക് ചെയ്യില്ലല്ലോ, എന്തെങ്കിലും ഉണ്ടായിട്ടല്ലേ? എന്ത് ചെയ്തിട്ടായാലും നീ അത് ചെയ്തത് മോശമായി പോയി. നമ്മുടെ കമ്പനി അക്കൗണ്ടന്റിന്റെ നമ്പർ നിങ്ങളുടെ കയ്യിലില്ലേ? ഒന്ന് വിളിച്ചു ചോദിക്കണം, ഒരു മാസം അവന്റെ ചെലവ് എത്രയാണെന്ന്. എന്തിനാ ഒരു മാസത്തെ കണക്ക് പറയുന്നത്? ഇന്നലെ ഒരു രാത്രി മാത്രം അവൻ ചെലവാക്കിയത് 27,610 രൂപയാ. ഈ കാശ് അവനായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതോ മറ്റോ ആണോ? അവന്റെ കൃഷി വരുമാനത്തിൽ നിന്ന് ഒരു മാസം ഇവിടെ എനിക്ക് കിട്ടുന്ന തുക വെറും 18,000 ഉലുവ മാത്രമാണ്. അപ്പോ അവന്റെ ചെലവും ആ 18,000-നകത്ത് നിൽക്കണം. അവനെന്തോ ആശുപത്രി കേസ് ആയതുകൊണ്ടാ ഇന്നലെ അത്രയും പൈസ ചെലവായത്. അവനെന്താ ആശുപത്രി കേസ്? അവന്റെ അച്ഛന് സ്ട്രോക്ക് വല്ലതും വന്ന് അവിടെ കിടപ്പുണ്ടോ? ഇനി അതല്ലാതെ അവന്റെ അമ്മയ്ക്ക് അറ്റാക്ക് വല്ലതും വന്നോ? ഇനി അതും അല്ലാതെ അവന്റെ ചേട്ടൻ ഏതെങ്കിലും ഹോസ്പിറ്റലില് ചികിത്സയിലാണോ? അതൊന്നും അല്ലല്ലോ. ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ച് അന്വേഷിച്ചിരുന്നു. ഏതോ ഒരു വഴിപോക്കൻ അയാളെ ഏതോ ഒരു വണ്ടി ഇടിച്ചു. ആരോ അയാളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇവനിപ്പോ രക്തം തിളയ്ക്കുന്ന പ്രായമായതുകൊണ്ട് ഇവൻ ചെന്ന് ബ്ലഡ് കൊടുത്തു. ബ്ലഡ് കൊടുക്കാൻ പോയവന് അത് കൊടുത്തിട്ടേക്ക് വരാതെ അയാളുടെ അവിടത്തെ ചെലവ് മൊത്തം നോക്കിക്കോളാന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് അവന്റെ മനുഷ്യത്വം. അതെന്താ നീ മനസ്സിലാക്കാത്തത്? അവ മനുഷ്യത്വം കാണിക്കേണ്ടതേ ഞാനും അർജുനും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കൊണ്ടാവരുത്. അവൻ ഒറ്റയ്ക്ക് സമ്പാദിക്കുന്ന പൈസ കൊണ്ടാവട്ടെ എല്ലാം. എന്തിനാ രമേ നമുക്ക് ഇത്രയും പണം? മരിക്കുമ്പോ ഇതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ലല്ലോ. പിന്നെ ഇതെല്ലാം കൂട്ടിക്കൂട്ടി വെക്കുന്ന എന്തിനാ? മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ എനിക്കൊരു രാജകുമാരിയായി ജീവിക്കാൻ, ഉള്ളതെല്ലാം പാവങ്ങൾക്ക് വിതരണം ചെയ്തിട്ട് ഗതികെട്ട് മരിക്കാൻ ഞാൻ ഒട്ടും ഉദ്ദേശിക്കുന്നില്ല. അർജുനും മഹിയും നമ്മുടെ മക്കളാ. നാളെ ഒരു സമയത്ത് അവർക്ക് കുട്ടികൾ ഉണ്ടാവുമ്പോ ഇപ്പോ അർജുനും മഹിക്കും കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും അവരുടെ മക്കൾക്കും ഉണ്ടാവണം. ഇന്നത്തെ കാലത്ത് ഇത്രയും കോടികളൊക്കെ ഉണ്ടാക്കിയിട്ട് പോലും ചില നേരം ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയാ. അപ്പോഴാ ഇനിയുള്ള കാലത്ത് നിങ്ങൾ ആലോചിക്കുന്നതേ ഒരു മകനെക്കുറിച്ച് മാത്രമാ. ഞാൻ ആലോചിക്കുന്നതും വ്യാകുലപ്പെടുന്നതും എന്റെ ഇവിടെയുള്ള 2 തലമുറ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. സ്വയം നിങ്ങൾ മനസ്സിലാക്കിയ നന്നായിരിക്കും.